നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. സംഗതി പണിപാളിയ മട്ടാണ്. ബയേൺ ഇന്നലെയും പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. എന്താണിത് അവസ്ഥ? അവസാനമായി കളിച്ച 5 കളികളിൽ ഒറ്റക്കളി മാത്രമാണ് അവർ വിജയിച്ചിരിക്കുന്നത്. ഇന്നലെ 2-2 സമനില ഫ്രീബർഗിനോട് വീണ്ടും പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നു. ലവർക്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഈ വീക്കെൻഡ് അവസാനിക്കുമ്പോഴേക്കും അവരുടെ കളി വിജയിച്ചാൽ 10 പോയിന്റിൻ്റെ ലീഡിലേക്ക് അവർക്ക് എത്താൻ പറ്റും. അപ്പോൾ സ്ഥിരമായി കൈയടക്കി വെച്ചിരുന്ന ബൂണ്ടസ് ലീഗ കിരീടവും ഇത്തവണ ബയേണിന് കൈവിട്ടു പോകാൻ തന്നെയാണ് സാധ്യത. കോച്ച് ഏതായാലും ഈ സീസൺ കഴിഞ്ഞ് ഇറങ്ങി പോവുകയാണെന്നുള്ളത് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പം അക്രോസ് ഓൾ കോമ്പറ്റീഷൻ നമ്മൾ നോക്കുമ്പോൾ അവസാനമായി കളിച്ച 5 കളികളിൽ ഒറ്റ കളിയെ ബയേൺ വിജയിച്ചിട്ടുള്ളൂ. ഇന്നലെ ഇപ്പോൾ ഫ്രീബർഗിനെതിരെ മുസിയാലയുടെ കിടലും ഗോളൊക്കെ ഉണ്ടായിരുന്നു. അവർ 12ാമത്തെ മിനിറ്റിൽ ഗന്ധറിലൂടെ ഫ്രീബർഗ് മുന്നിലെത്തുകയും 35ാമത്തെ മിനിറ്റിൽ ടെല്ലിലൂടെ ബയേൺ ഒപ്പം പിടിക്കുകയും ചെയ്തതാണ്. 75ാമത്തെ മിനിറ്റിൽ മുസിയാലയുടെ ഗോൾ. അപ്പോൾ 2-1 അവർ വിജയിച്ചു കയറുമെന്ന് തോന്നിച്ച നിമിഷത്തിൽ 87ാമത്തെ മിനിറ്റിൽ ഹോലറുടെ ഗോൾ വന്നപ്പോൾ 2-2 സമനിലയിൽ കുരുങ്ങി പോയിന്റ് വീണ്ടും ഡ്രോപ്പ് ചെയ്തു. കഴിഞ്ഞ 5 കളികൾ നോക്കുക. ഇതിന് മുമ്പത്തെ കളി ലൈപ്സിഗിനോട് 2-1 ബയേൺ വിജയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനു മുമ്പുള്ള മത്സരം VfL ബോച്ചുമിനോട് 3-2 തോൽക്കുന്നു. ലാസിയോയോട് ചാമ്പ്യൻസ് ലീഗിൽ 1-0 തോൽക്കുന്നു. ലവർക്യൂസിനോട് 3-0 തോൽക്കുന്നു. അപ്പം ഈ അവസാനമായി നടന്ന 5 കളികളിൽ ലീപ്സിഗിനോട് മാത്രമാണ് അവർ വിജയിച്ചത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്തായാലും അപരാജിത കുതിപ്പ് തുടരുന്ന ബയർ ലവർക്യൂസിന് ഇത്തവണ കിരീടത്തിലേക്ക് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അവർ ഇപ്പോൾ നോക്കുക, 23 കളികളാണ് അവർ കളിച്ചിട്ടുള്ളത്. അവർക്ക് നാളെ ഒരു മത്സരമുണ്ട്, കോഡിനെതിരെ മത്സരമുണ്ട്. ആ മത്സരം വിജയിക്കുകയാണെങ്കിൽ 10 പോയിന്റിൻ്റെ ലീഡിലേക്ക് എത്തും. ഇപ്പോൾ 23 കളികളിൽ നിന്ന് 61 പോയിന്റോടെ 19 വിജയം 4 സമനില, ഒറ്റ കളിയും തോൽക്കാതെ 61 പോയിന്റോടെ ലവർക്യൂസിന് ഒന്നാമത് നിൽക്കുമ്പോൾ 24 കളികളിൽ നിന്ന് 54 പോയിന്റാണ് ബയേണിനുള്ളത്. 4 കളികൾ അവർ തോറ്റിട്ടുണ്ട്. ഏതായാലും ബയേണിന് ഇത്തവണ കഷ്ടകാലമാണ് എന്നാണ് ഇതുവരെയുള്ള പോക്ക് കാണുമ്പോൾ പറയാനുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.